ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു അടിപൊളി യാത്ര പോവാണ്. അപ്പു എന്നൊരു മിടുക്കന്റെ കൂടെ. അപ്പുവിന്റെ സ്വരാക്ഷര യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങിയാലോ? ദേ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ അപ്പു. നിങ്ങളെപ്പോലെ തന്നെ അപ്പുവിനും എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടാണ്. ഒരു ദിവസം രാവിലെ ഉറക്കമെണീറ്റ ഉടനെ അപ്പു ഓടിച്ചെന്ന് അമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് ആകാംക്ഷയോട് ചോദിച്ചു, അമ്മ, എനിക്കിന്ന് എന്തെങ്കിലും പുതിയത് പഠിപ്പിച്ചു തരാമോ? അപ്പുവിന്റെ ചോദ്യം കേട്ടതും അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെന്താ, ഇന്ന് നമുക്ക് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ പഠിച്ചാലോ? അങ്ങനെ അമ്മ അപ്പുവിനെ ആദ്യത്തെ അക്ഷരങ്ങൾ പഠിപ്പിച്ചാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ആദ്യത്തെ അക്ഷരം. ശ്രദ്ധിച്ചു കേൾക്കണേ. ആ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ. ആ എന്ന അക്ഷരം വെച്ച് നമ്മൾ എന്തു പറയും? അമ്മ, അല്ലേ? നമ്മളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്ന അമ്മ. ഇത് കേട്ടതും അമ്മ അപ്പുവിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അപ്പുവിന് ഒരുപാട് സന്തോഷായി. ആ പഠിച്ചില്ലേ? ഇനി അടുത്ത അക്ഷരം നോക്കാം. ഇതാണ് ആ. നമുക്ക് ഒരുമിച്ച് പറയാം. ആ. ആ വെച്ച് നമ്മൾ പറയും ആന. അമ്മ ഒരു ആനയുടെ ചിത്രം കാണിച്ചു കൊടുത്തപ്പോ അപ്പോ അത്ഭുതത്തോടെ ചോദിച്ചു, അമ്മേ, ആനയുടെ ചെവി എന്തു വലുതാണല്ലേ? അപ്പുവിന് അക്ഷരങ്ങൾ പഠിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. അവൻ കാണുന്ന ഓരോ ചിത്രങ്ങളും വാക്കുകളും അവന് നല്ല രസമായി തോന്നി. അപ്പോ അടുത്ത രസമുള്ള വാക്കുകൾ പഠിക്കാൻ റെഡിയല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേൾക്കാൻ ഏകദേശം ഒരുപോലെ തോന്നുന്ന രണ്ടക്ഷരങ്ങളാണ്. ആദ്യത്തേത് ഇ, രണ്ടാമത്തേത് ഈ. ഈ വെച്ച് ഇല. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പച്ചയില. ഈ വെച്ചോ ഈച്ച. ജനലിലൂടെ ഒരു ഈച്ച മൂളി പറന്നു പോകുന്നത് കണ്ടപ്പോ അപ്പുവിന് ചിരി വന്നു. അടുത്ത അക്ഷരം ഊ ആണ്. ഊ വെച്ചു നോക്കൂ, ഒരു ഉടുമ്പ്. മരം കയറിപ്പോകുന്ന ഉടുമ്പിനെ അപ്പുവിന് ഇഷ്ടമായി. ഇനി അടുത്തത് ഊ. ഊ വെച്ച് ഊഞ്ഞാൽ. അമ്മ അപ്പുവിനെ ഊഞ്ഞാലിലിരുത്തി ആട്ടിക്കൊടുത്തു. അടുത്തതോ ഋ. ഋ വെച്ച് ഋഷി. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഋഷിയെ കണ്ടപ്പോ അപ്പുവിന് കൗതുകം തോന്നി. ഊഞ്ഞാലിലിരുന്ന് ആടിയപ്പോൾ അപ്പു സന്തോഷത്തോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഊഞ്ഞാലാടാൻ എന്തൊരു രസമാണല്ലേ? അപ്പു ഓരോ അക്ഷരം പഠിക്കുമ്പോഴും പുതിയ പുതിയ കാഴ്ചകളാണ് കാണുന്നത്. മൃഗങ്ങളെയും പല സാധനങ്ങളെയുമൊക്കെ പറ്റി പഠിക്കുകയാണ്. നമുക്ക് അടുത്ത അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ദേ, അടുത്ത അക്ഷരം എ. എ വെച്ച് എലി. കണ്ടോ, ഒരു കുഞ്ഞനെലി ഓടിപ്പോകുന്നത്. ഇനി അടുത്തത് ഏ. എ വെച്ച് ഏണി. മരത്തിന്റെ മുകളിലൊക്കെ കയറാൻ നമ്മൾ ഏണി ഉപയോഗിക്കും. അടുത്ത അക്ഷരം ഐ ആണ്. ഐ വെച്ച് ഐരാവതം. അത് കഥകളിലൊക്കെയുള്ള ഒരു വെളുത്ത നിറമുള്ള ആനയാണ് കേട്ടോ. ഇനി അടുത്ത അക്ഷരം. ഇതാണ് ഓ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഓ. ഓ വെച്ച് നമ്മൾ ഒട്ടകം എന്ന് പറയും. മരുഭൂമിയിലൂടെ പോകുന്ന ഒട്ടകത്തിന്റെ പുറത്ത് ഒരു വലിയ മുഴ കണ്ടപ്പോ അപ്പു അമ്മയോട് ചോദിച്ചു, അമ്മേ, ഒട്ടകത്തിനെന്തിനാ ഇത്ര വലിയൊരു മുഴ? അടുത്തക്ഷരം ഓ ആണ്. ഓ വെച്ച് ഓന്ത്. ദേ നോക്കിക്കേ, ഈ ഓന്തിന്റെ നിറം നല്ല പച്ചയാണ്. അയ്യോ, ഇപ്പൊ നോക്കിക്കേ, ആ പച്ച നിറം എവിടെ പോയി? ഇപ്പോ ഓന്തിന്റെ നിറം തവിട്ട് നിറമായി മാറിയിരിക്കുന്നു. ഓന്തിന് ഇങ്ങനെ നിറം മാറാൻ പറ്റും, ഒരു മാജിക് പോലെ. ഓന്ത് നിറം മാറുന്നത് കണ്ടപ്പോൾ അപ്പുവിന് അത്ഭുതമായി. അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ ഓന്ത് ഒരു മാന്ത്രികനാണോ? നമ്മുടെ അപ്പു ഒട്ടുമിക്ക സ്വരാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരേ ഒരു അക്ഷരം കൂടിയേ ബാക്കിയുള്ളൂ. അതേതാണെന്നറിയണ്ടേ? ഇതാണ് നമ്മുടെ അവസാനത്തെ സ്വരാക്ഷരം. ഇതിനെ ഔ എന്നു പറയും. ഒന്നുകൂടി പറയാം, ഔ. ഔ വെച്ച് നമ്മൾ പറയും ഔഷധം. അമ്മ അപ്പുവിന് പറഞ്ഞുകൊടുത്തു, നമുക്ക് അസുഖമൊക്കെ വരുമ്പോൾ വേഗം സുഖപ്പെടാൻ സഹായിക്കുന്ന മരുന്നാണ് ഔഷധം. ഓ, അപ്പൊ ഔഷധം കഴിച്ചാൽ എന്റെ അസുഖം വേഗം മാറുമല്ലേ അമ്മ? എന്നപ്പു ചോദിച്ചു. അപ്പോ നമ്മുടെ മിടുക്കൻ അപ്പു എല്ലാ സ്വരാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. അവന് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്കോ? അപ്പു പഠിച്ച അക്ഷരങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? ഞാൻ പറയുമ്പോ കൂടെ പറയണേ. ആ, ആ. ഇ, ഈ. ഉ, ഊ. ഋ, എ, ഏ. ഐ, ഓ, ഓ, ഔ. മിടുക്കർ, എല്ലാവരും നന്നായി പറഞ്ഞു. എല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞപ്പോൾ അപ്പു സന്തോഷത്തോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാൻ ഒരുപാട് ഇഷ്ടമായി. അപ്പോ
സ്വരാക്ഷരങ്ങൾ പഠിച്ചതുപോലെ നിങ്ങൾക്കും പഠിക്കാൻ ഇഷ്ടമായോ? കൊള്ളാം. അപ്പോ ഇനി നമുക്ക് അടുത്തതായി എന്ത് പഠിക്കണം? ഒന്ന് ആലോചിച്ചു വെക്കണേ. അടുത്ത തവണ കാണാം.